18-ാം നൂറ്റാണ്ട് ഒരു വീട്ടിൽ 2 ഇരട്ട കുട്ടികൾ ജനിക്കുന്നു. ജോസഫ്, ജോൺ എന്നായിരുന്നു അവരുടെ പേര്. ഇവർ 2 പേരും ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൽ അഗാധമായി ശരണം പ്രാപിച്ചിരുന്നു. ഇവർ 2 പേർക്കും വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാമായിരുന്നു. ഈ കുട്ടികളുടെ ദൈവീകമായ ഭക്തിയെക്കുറിച്ച് നാട് മുഴുവനായി അറിയാൻ തുടങ്ങി. എന്നാൽ താനാണ് ഏറ്റവും വലിയ ദൈവഭക്തൻ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അത് ആ നാട്ടിലെ ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു. കുട്ടികളെ തന്നെക്കാൾ പാടിപുകഴ്ത്തി നടക്കുന്നത് ആ പുരോഹിതൻ തീരെ ഇഷ്ടമായില്ല. ഒരു ദിവസം പുരോഹിതൻ ആ കുട്ടികളെക്കാൾ ദൈവവിശ്വാസി താനാണെന്ന് തെളിയിക്കുന്നതിനായി ഒരു മത്സരം നടത്തുന്നു. ആ മത്സരം കാണാനായി നാട്ടിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. എന്നാൽ ആ മത്സരത്തിൽ പുരോഹിതൻ തോൽക്കുകയും കുട്ടികൾ വിജയിക്കുകയും ചെയ്യുന്നു. നീ ഒരു പുരോഹിതനാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നാട്ടുകാർ എല്ലാവരും പുരോഹിതനെ കളിയാക്കുവാനായി തുടങ്ങി. അന്ന് രാത്രി എല്ലാ ജനങ്ങളുടെയും കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയ പുരോഹിതൻ ഇനി ഞാൻ ഒരു ദൈവവിശ്വാസി ആയിരിക്കാൻ യോഗ്യൻ അല്ലെന്ന് പറഞ്ഞ് അവിടുത്തെ ദേവാലയത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം, അന്ന് ആ പുരോഹിതൻ ആത്മഹത്യ ചെയ്തതിനു ശേഷം ആ ദേവാലയം പിന്നീട് തുറന്നിട്ടില്ല. അവിടെ ആരാധന ഒന്നും നടത്താതെ അടച്ചു തന്നെ ഇട്ടിരുന്നു. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് ഒരാൾ വരുന്നു. അയാൾ ആ ദേവാലയത്തിലെ വാതിൽ തുറക്കാതെ തന്നെ അതിനകത്തേക്ക് കയറുന്നു. ഇരുണ്ട നിറത്തിൽ ഉള്ള ഒരു തിളങ്ങുന്ന വെളിച്ചത്തെ കൈകളിലെടുത്തു ദേവാലയത്തിലെ തറനിരപ്പിൽ അടിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. അടുത്ത ദിവസം രാത്രി ആ ദേവാലയത്തിനടുത്തു കൂടി ഒരാൾ നടന്നു പോകുന്നു. അടച്ചിട്ടിരിക്കുന്ന ദൈവാലയത്തിൽ നിന്ന് ഒരു പ്രത്യേക വെളിച്ചം വെളിയിലേക്ക് വരുന്നത് കണ്ട ആ വ്യക്തി അതിനകത്ത് ആരാണെന്ന് അറിയാനായി ദേവാലയത്തിനടുത്തേക്ക് പോകുന്നു. വാതിൽ അധികം തുറക്കാതെ തന്നെ അയാൾ വാതിലിലെ വിടവിലൂടെ ദേവാലയത്തിനകത്തേക്ക് നോക്കി. ഒരാൾ പുരോഹിതന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭയാനകമായി തോന്നുന്ന ഒരു സ്ത്രീയെ ആരാധിക്കുന്നു. പെട്ടെന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ പുറത്തേക്ക് നോക്കുന്നു. ആ പുരോഹിതന്റെ മുഖം കാണുന്ന ആ വ്യക്തി ഞെട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ നാട്ടുകാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. പ്രേതങ്ങളിലെല്ലാം വിശ്വാസം ഉണ്ടായിരുന്ന ആ നാട്ടുകാർ അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നു. അവരിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, നീ കണ്ടത് സത്യമാണെങ്കിൽ അത് 20 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത പുരോഹിതൻ തന്നെയാണ്. ഇനി മുതൽ ആരും രാത്രി യാത്ര ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. എന്നാൽ ആ പുരോഹിതന്റെ ആത്മാവ് രാത്രി സമയങ്ങളിൽ ആ നാട്ടിലെ ഒറ്റപ്പെട്ട വീടുകളിൽ ചെന്ന് അതിൽ താമസിക്കുന്ന ജനങ്ങളെ പേടിപ്പിക്കാനായി തുടങ്ങി. അങ്ങനെ ജനങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്നു. ആ അടച്ചുപൂട്ടിയ ദേവാലയം പുതുക്കി പണിത് ഉടൻ തന്നെ ആരാധനകൾ ആരംഭിക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ദേവാലയം പുതുക്കി പണിയുന്നു. അവിടേക്ക് പുരോഹിതരായി കടന്നുവരുന്നത് ആ ഇരട്ട സഹോദരങ്ങൾ ജോസഫും ജോണുമാണ്. അവർ ഇരുവരും ആ ദേവാലയത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു മുറിയിൽ ഒന്നിച്ചു താമസിച്ചുകൊണ്ട് ദേവാലയത്തിൽ ആരാധന ചെയ്യാനായി തുടങ്ങും. രാത്രിയിലത്തെ പൂജ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങും. ഇരട്ട സഹോദരങ്ങൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോകും. 2 പേരും 2 കട്ടിലുകളിൽ കിടന്ന് നന്നായി ഉറങ്ങുന്നു. പെട്ടെന്ന് ആ മുറിയിലേക്ക് വന്നടിച്ച ചെറിയ കാറ്റിൽ കത്തിച്ചുവച്ചിരുന്ന എല്ലാ മെഴുകുതിരികളും അണയുന്നു. ആ മുറിയിലെ വാതിൽ തനിയെ തുറന്നു. വാതിൽ തുറക്കുന്ന ചെറിയ ശബ്ദം കേട്ട് ജോൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് അണഞ്ഞുപോയ മെഴുകുതിരികൾ എല്ലാം കത്തിക്കുന്നു. തുറന്നു കിടന്ന വാതിൽ അടച്ചിട്ട് തിരിഞ്ഞതും ഉറങ്ങിക്കിടക്കുന്ന ജോസഫിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്റെ ആത്മാവിനെ ആണ് ജോൺ കാണുന്നത്. ജോൺ പേടിച്ച് അലറി വിളിക്കുന്നു. ജോണിന്റെ ശബ്ദം കേട്ട് ഉണർന്ന ജോസഫ് കാണുന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന ആത്മാവിനെയാണ്. 2 സഹോദരങ്ങളും റൂമിൽ നിന്ന് ഓടി അൾത്താരയിൽ ചെന്ന് മുട്ടുകുത്തി ദൈവത്തോട് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. ആ ആത്മാവ് അവരുടെ അടുത്തേക്ക് പതിയെ വരുന്നു. അതിൽ ജോസഫിന്റെ കഴുത്തിൽ പിടിച്ചു പൊക്കിയെടുക്കുന്നു. ശേഷം അടുത്ത കൈകൊണ്ട് ജോസഫിന്റെ തല വലിച്ചു കീഴുന്നു. അവിടത്തെ അൾത്താരയിലും ജോണിന്റെ മുഖത്തുമായി രക്തം വീഴുന്നു. ആത്മാവ് കയ്യിൽ ഇരുന്ന് മരിച്ച ജോസഫിന്റെ ശരീരം വലിച്ച് എറിഞ്ഞിട്ട് ജോണിന്റെ അടുത്തേക്ക് പോകുന്നു. ജോൺ പേടിച്ച് ദേവാലയത്തിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അദ്ദേഹം ഓടുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ആത്മാവ് പിന്നാലെ തന്നെ വരുന്നുണ്ട്. ജോൺ പെട്ടെന്ന് ഒരാളുടെ ദേഹത്ത് ഇടിച്ച് താഴെ വീഴുന്നു. ജോൺ വേഗം തന്നെ എഴുന്നേറ്റ് ആ വ്യക്തിയുടെ പിന്നിൽ ചെന്ന് നിന്ന് രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ആത്മാവ് ഒരു നിമിഷം അവിടെ നിന്ന് ആ വ്യക്തിയെ ഒന്ന് നോക്കുന്നു. പെട്ടെന്ന് തന്നെ ആത്മാവ് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ആ വ്യക്തി വളരെ എളുപ്പത്തിൽ ഒരു ഭയം പോലും ഇല്ലാതെ ആത്മാവിന്റെ കഴുത്തിൽ പിടിച്ചു നിർത്തുന്നു. ഇത് കണ്ട് ജോൺ ആശ്ചര്യത്തോടെ നോക്കുന്നു. ആ ആത്മാവ് അലറി പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ഒരു കില്ലർ സ്മൈലും പേടിയില്ലാത്ത ആ കണ്ണുകളും കണ്ട് ആത്മാവ് പേടിച്ച് മറഞ്ഞു പോകുന്നു. ആത്മാവ് പോയ ഉടനെ തന്നെ ആ വ്യക്തി ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നു.
ഇതിനുശേഷം തിരിഞ്ഞ് ജോണിനോട് നീ ആരാ, ആത്മാവ് എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നെല്ലാം ചോദിക്കുന്നതും ജോൺ അതിനൊന്നും മറുപടി പറയാതെ പള്ളിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുന്നു. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. എങ്ങും പ്രകാശം പരന്നു തുടങ്ങുന്നു. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നിടത്തു ചെന്ന് മുട്ടുകുത്തി നിന്ന് ഉറക്കെ അലറിക്കരയുന്നു. അവിടെ പതിയെ പതിയെ നാട്ടുകാർ വന്ന് കൂടാനായി തുടങ്ങുന്നു. ഇത് കണ്ട എല്ലാവരും ഒരേപോലെ പേടിച്ചു ഞെട്ടുന്നു. അവർ പരസ്പരം പറയാനായി തുടങ്ങുന്നു, ഇനി ഇവിടെ ആർക്കും താമസിക്കാനായി കഴിയില്ല, എല്ലാവരും ഈ നാട് വിട്ട് മറ്റേതെങ്കിലും നാട്ടിൽ അഭയം തേടുന്നതാ നല്ലതെന്ന്. അവിടേക്ക് ജോണിനെ രക്ഷിച്ച വ്യക്തി കടന്നുവരുന്നു. നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ ഒരിടത്തും പോകേണ്ടി വരില്ല, ഇവിടെ ഉള്ള ആത്മാവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് നീ ആരാ, ദേവാലയത്തിന്റെ അകത്ത് വച്ച ഒരു പുരോഹിതനെ കൊന്നിരിക്കുന്നത്? ഈ കാര്യത്തിൽ നിന്ന് തന്നെ ആത്മാവിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ നാട്ടുകാർ എല്ലാം ചേർന്ന് കുറ്റപ്പെടുത്തുന്നു. അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ജോൺ എഴുന്നേറ്റ് പറയുന്നു, എന്നെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ വ്യക്തിയാണ്. ആത്മാവിന് ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾ ആരാ? എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ ഒരു ഗോസ്റ്റ് ഹണ്ടർ ആണ്. ഇതുപോലെ ആത്മാക്കൾ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉണ്ടാകും. ഞാൻ ആ ആത്മാവിനെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു തരാം. രാത്രി ആരും വീടിനു പുറത്ത് ഇറങ്ങാതിരിക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് ഗോസ്റ്റ് ഹണ്ടർ ജനങ്ങളോട് പറയുന്നു. എന്നാൽ എനിക്ക് എന്റെ സഹോദരൻ വേണ്ടി ആ ആത്മാവിനെ ഒഴിപ്പിക്കുന്നത് കാണണം എന്ന് ജോൺ ഗോസ്റ്റ് ഹണ്ടറിനോട് പറയുന്നു. ഗോസ്റ്റ് ഹണ്ടർ അത് സമ്മതിക്കുന്നു. അന്ന് രാത്രി ഗോസ്റ്റ് ഹണ്ടർ ദേവാലയത്തിന്റെ അകത്ത് ചെന്ന് ചില മന്ത്രങ്ങൾ പറഞ്ഞ് ആത്മാവിനെ കൊണ്ടുവരുന്നു. ആത്മാവ് ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? നിനക്ക് എന്താ വേണ്ടത്? ഗോസ്റ്റ് ഹണ്ടർ പറയുന്നു, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച മിത്ത് ഇപ്പോൾ എവിടെയാണ്? എനിക്ക് അവനെയാണ് വേണ്ടത്. ഇത് കേട്ട ജോൺ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? ആത്മാവിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ അല്ലേ? ഗോസ്റ്റ് ഹണ്ടർ പറയുന്നു, എനിക്ക് എന്റേതായ ചില കാര്യങ്ങൾ ഇവനിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞാലേ ഇവനെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനായി എനിക്ക് കഴിയും. അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുക. ഞാൻ നിന്നെ എന്തായാലും ഇവിടെ നിന്ന് ഇല്ലാതാക്കും. അതുകൊണ്ട് നീ മിത്ത് എവിടെയാണ് ഉള്ളതെന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ എന്ന് ഗോസ്റ്റ് ഹണ്ടർ ആത്മാവിനോട് പറയുന്നു. ആത്മാവ് മറുപടിയായി, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്തോ, നീ എന്നെ ഇല്ലാതാക്കിയാലും ഞാൻ പറയില്ല എന്ന് പറയുന്നു. ഗോസ്റ്റ് ഹണ്ടർ ദേഷ്യപ്പെട്ട് തന്റെ ശക്തികൾ ഉപയോഗിച്ച് ആത്മാവിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. എന്നിട്ടും ആ ആത്മാവ് മിത്ത് എവിടെയാണെന്ന് പറയുന്നില്ല. നിനക്ക് മിത്ത് എവിടെയാണെന്ന് അറിയേണ്ടത് എത്ര വലിയ ആവശ്യം ആണെന്ന് എനിക്ക് അറിയാം എന്ന് ആത്മാവ് പറയുന്നു. ഇത് കേട്ട ഗോസ്റ്റ് ഹണ്ടർ, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ എന്ത് ചെയ്തു തന്നാലാണ് നീ അത് പറയുക എന്ന് ആത്മാവിനോട് തിരിച്ചു ചോദിക്കുന്നു. ആത്മാവ് പറയുന്നു, നിന്റെ പിന്നിൽ നിൽക്കുന്ന ഈ പുരോഹിതനെ ആണ് എനിക്ക് ആവശ്യം. ഇവനും ഇവന്റെ സഹോദരനും കാരണം ഞാൻ നാട്ടുകാരുടെ മുന്നിൽ ഒന്നുമല്ലാത്തവനായി. ഞാൻ ഒരു പുരോഹിതൻ ആണെന്ന് പോലും നോക്കാതെ എല്ലാവരും എന്നെ കളിയാക്കി. ഇവനെ കൂടി കൊന്നാൽ എന്റെ പകുതി ദേഷ്യം തീരും. പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഇവിടെ നിന്ന് തുരത്തും. ഇത് ചെയ്യാനായി നീ അനുവദിച്ചാൽ ഞാൻ മിത്ത് എവിടെ ആണെന്ന് നിന്നോട് പറയാം. ഗോസ്റ്റ് ഹണ്ടർ കുറച്ചു നേരം മൗനം പാലിച്ചു ആലോചിച്ചതിനു ശേഷം, ഇപ്പോൾ നീ ഇവനെ എടുത്തോ, എന്നാൽ ഇവനെ കൊന്ന ഉടനെ നീ മിത്ത് എവിടെയാണെന്ന് എന്നോട് പറയണം. അതിനുശേഷം നീ ഇവിടത്തെ നാട്ടുകാരെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ആത്മാവിനോട് പറയുന്നു. ആത്മാവ് അത് സമ്മതിക്കുന്നു. ഇത് കേട്ട ജോൺ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചോദിക്കുന്നു, നിങ്ങൾ അല്ലേ എല്ലാവരെയും രക്ഷിക്കാം എന്ന് പറഞ്ഞത്? എന്നിട്ട് നീ ഈ ആത്മാവിന്റെ കൂടെ നിൽക്കുന്നു. എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് ഗോസ്റ്റ് ഹണ്ടർ മറുപടി ആയി പറഞ്ഞു. നീ ഒരു ദൈവവിശ്വാസി തന്നെയല്ലേ? എന്നിട്ടാണോ ഒരു ആത്മാവിന് വേണ്ടി എന്നെയും ഈ നാട്ടിലുള്ളവരെയും ദുഷ്ടശക്തിക്ക് വിട്ടുകൊടുക്കുന്നത് എന്ന് ജോൺ ചോദിക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ പറയുന്നു, വേണ്ടി വന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ വരെ ഞാൻ എന്റെ ലക്ഷ്യത്തിനായി വിട്ടു നൽകും. ഇത് കേട്ട് പേടിച്ച ജോണിനെ ആത്മാവ് ചെന്ന് ക്രൂരമായി കൊല്ലുന്നു. അതിനുശേഷം ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ മിത്ത് എവിടെയാണെന്നും ഗോസ്റ്റ് ഹണ്ടർ ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നും പറയുന്നു. ഇത് പറഞ്ഞു തീർന്നതും ഗോസ്റ്റ് ഹണ്ടർ ഒരു കില്ലർ സ്മൈൽ ചിരിക്കുന്നു. ആത്മാവിനെ അപ്പോൾ തന്നെ നിസ്സാരമായി തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചു എടുക്കുന്നു. മരിച്ചു കിടക്കുന്ന ജോണിന്റെ അടുത്ത് പോയി, ഇത് നിനക്ക് വേണ്ടി, ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നു. അപ്പോഴേക്കും ഗോസ്റ്റ് ഹണ്ടർ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. ബെത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടത്തെ ഒരു ഗുഹയിൽ കഴുത്തിൽ മുറിവേറ്റ് മരിച്ചു കിടക്കുന്ന 3 സ്ത്രീകൾ. അവിടേക്ക് കടന്നുവരുന്ന മിത്ത്.